ചിറയൻകീഴ് മണ്ഡലത്തിലേക്കാണ്. അവിടെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനായി പ്രചാരണത്തിനിറങ്ങി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇത്തവണ മണ്ഡലത്തിൽ അനുകൂല സാഹചര്യമെന്നും അട്ടിമറി വിജയമുണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മണ്ഡലത്തിൽ 3 റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കിയെന്നാണ് രമ്യ ഹരിദാസിന്റെ പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. ചിറയൻകീഴ് നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ് നേരിട്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് മണ്ഡലത്തിലൊരു സാഹചര്യം? വളരെ അനുകൂലമായ സാഹചര്യമാണ്. രമ്യ ഹരിദാസിനെ ജനങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ പ്രവർത്തകരും രംഗത്താണ്. ഒരു വലിയ മുന്നേറ്റം ഇവിടെ ഉണ്ടാകും. കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി ചിറയൻകീഴിലും മാറ്റമുണ്ടാവും. വിജയം ഉറപ്പാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. എപ്പോഴും രമ്യ ഹരിദാസിന് പാർട്ടി കൊടുക്കുന്ന ഉത്തരവാദിത്തം അത് ഇടത് ചായ്വുള്ള മണ്ഡലങ്ങളിൽ ഒരു വിള്ളൽ വരുത്തുക എന്നുള്ളതാണ്. അത് ഇത്തവണയും നിറവേറ്റും. ഉറപ്പായിട്ടും. ആദ്യം കൊടുത്തത് ആലത്തൂരാണ്. ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അത് രമ്യ അടിച്ചു പിടിച്ചാണ് ആലത്തൂര്. അതുപോലെ ചിറയൻകീഴും അടിച്ചു പിടിക്കും. സംശയവുമില്ല കാര്യത്തിൽ. ഒരു മാറ്റം ഉണ്ടാവും. അതുപോലെ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളാണ്. അതുപോലെ സംസ്ഥാനത്തുടനീളം UDF പറയുന്നത് BJP അതുപോലെ തന്നെ LDF ഡീലുണ്ട് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ വ്യക്തമായ കണക്കുകളോട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ പ്രതിപക്ഷത്തിന്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ, UDFനെ പരാജയപ്പെടുത്താൻ രണ്ടുപേരുടെ ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണ് 2020 22 സീറ്റ്. രണ്ടുപേരുടെ നോമിനേഷൻ ഇല്ലായിരുന്നു. അപ്പൊ 19ആയി. അതോടൊപ്പം തന്നെ BJDSന്റെ സീറ്റ്. ഇതൊക്കെ ആരാന്ന് പോലും അറിയില്ല. ഇതെല്ലാം വോട്ട് മറിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുകയാണ്. ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയ കൊള്ളക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും. അയ്യപ്പ ഭക്തന്മാർ മാപ്പ് നൽകില്ല. ഇത്തവണയും ശബരിമല സ്വർണ്ണക്കൊള്ള സജീവ വിഷയമായിരിക്കും തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ രമ്യ ഹരിദാസും തകൃതിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ ഒരു സാഹചര്യം? വളരെ ആവേശത്തോട് കൂടിയിട്ടുള്ള ഒരു ടീം UDF വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ചിറയൻകീഴ് ഇത്തവണ UDFനൊപ്പം ഒരു റൗണ്ട് ഓടിയെത്തിയോ? 3 തവണ റൗണ്ട് പൂർത്തിയായി. വ്യക്തികള്, സ്ഥാപനങ്ങള്, അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള ഇടം, അങ്ങനെയുള്ള സ്ഥാപനങ്ങള്, അങ്ങനെയുള്ള ആളുകളുടെ 3 ഘട്ടങ്ങളിലായിട്ട് പഞ്ചായത്ത് തലത്തിലുള്ള പര്യടനം പൂർത്തിയായി. ഇനി വാഹന പര്യടനത്തിലേക്ക് കടക്കുകയാണ് 29-ാം തീയതി. പല സ്ഥലത്തും ഡീൽ ആരോപണമൊക്കെ പറയുന്നുണ്ട്. ഇവിടെ സമാധാനപരമാണോ ഈ മണ്ഡലത്തിൽ? ഞാനിപ്പോ സാർ അതിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. കാരണം കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഒരു പൊതുവെ പലപ്പോഴും. പക്ഷെ കോൺഗ്രസ് വരണമെന്ന്, UDF വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പെൻഷന്റെ പദ്ധതികൾ, അതേപോലെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന KSRTC ബസ്സിലെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അവര് ആഗ്രഹിക്കുകയാണ്, കാത്തിരിക്കുക. അതുകൊണ്ട് ഇത്തവണ UDFനൊപ്പം നിൽക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശരി, ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ പ്രചരണം തകൃതിയായി നടക്കുന്നു. രമേശ് ചെന്നിത്തല അടക്കം എത്തിയാണ് പ്രചരണം നയിക്കുന്നത്. റോഡ് ഷോ നടക്കുന്നത്. ഒരു വിജയമുറപ്പ് എന്നുള്ളതാണ് രമ്യ ഹരിദാസ് പറയുന്നത്. ക്യാമറമാൻ അഭിജിത്തിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.